ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വെറുതെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. മലേഷ്യയിലെ നിലവിലെ ജോബ് വേക്കൻസിയെ കുറിച്ചും അതുപോലെ ഇവിടെ ഏജൻസി വഴി മലേഷ്യയിൽ എത്തിയിട്ട് ഇവിടെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് തിരിച്ച് നാട്ടിൽ പോയ ആളുകളുടെ വേദനകളും അങ്ങനെ തുടങ്ങി ഒരുപാട് മെസ്സേജുകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ മലേഷ്യയിലെ സാഹചര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലേക്കും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ ജോലി അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് അതെല്ലാം അവിടെ ആ ഒരു മേഖലയിലേക്കുള്ള ജോബ് വിസ പെർമിറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് ജോബ് വിസയിൽ വരിക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജോബ് വിസയിലാണ് മലേഷ്യയിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ചെന്നൈയിൽ പോകണം, അവിടെ പോയിട്ട് മെഡിക്കൽ എടുക്കണം, പിന്നെ അവിടെ ഒരുപാട് പേപ്പർ വർക്കുകൾ ഉണ്ട്. അതെല്ലാം ഓക്കെ ആയി നമ്മൾ മെഡിക്കലെല്ലാം നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് കോളിങ് കിട്ടിയിട്ട് നമ്മൾ മലേഷ്യയിലേക്ക് ജോബിന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് അത്ര എളുപ്പത്തിലൊന്നും പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല. ആരാണോ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എയർപോർട്ടിന്റെ വെളിയിൽ വരാൻ സാധിക്കുള്ളൂ. എത്രത്തോളം അവർ എയർപോർട്ടിലേക്ക് എത്താൻ വൈകുന്നോ അത്രത്തോളം നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. നമ്മളെ കൂട്ടുകാരൊക്കെ 2-3 ദിവസമൊക്കെ എയർപോർട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഈ സ്പോൺസർമാരെയും അതുപോലെ തന്നെ കമ്പനി അധികാരികളൊക്കെ കാത്ത് എയർപോർട്ടിന്റെ ഉള്ളിൽ ഇരുന്ന പിന്നെ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെത്തണം എന്നുള്ള ഒരു നിയമം പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇതിങ്ങോട്ട് വരുന്ന ജോബ് വിസയിൽ വരുന്നതിനുള്ള പ്രക്രിയകൾ ഏറ്റവും വളരെ ചുരുക്കി വളരെ ലളിതമായിട്ട് പറഞ്ഞതാണ്. അത് ഒരുപാട് വിഷയം ഒരുപാട് നീട്ടിപ്പരത്തി പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ജോബ് വിസ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് ഏജൻസികൾ പിന്നെ പിറവിയെടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തരിൽ നിന്ന് ലക്ഷങ്ങളാണ് മലേഷ്യയിലേക്ക് ജോബ് ഓഫർ ചെയ്തുകൊണ്ട് പിന്നെ ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്നത്. അതും അവരെങ്ങോട്ട് കൊണ്ടുവരുന്നത് വെറും ടൂറിസ്റ്റ് വിസ. അപ്പൊ നിലവിലത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ മലേഷ്യയിലേക്ക് ഇപ്പൊ നമ്മൾ ടൂറിസ്റ്റ് വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് അതിന് പോലും കാശ് വേണ്ട. എന്നിട്ട് പോലും ആ ഒരു ടൂറിസ്റ്റ് വിസയിലാണ് പല ഏജൻസികളും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഒരുപാട് കമ്പനികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് മെസ്സേജ് വന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് എമിഗ്രേഷനിൽ പോയി ഫൈൻ അടിച്ചിട്ടൊക്കെയാണ് അവർ തിരിച്ചു പോയതെന്നുള്ള ഒരുപാട് മെസ്സേജുകൾ വന്ന്. അപ്പൊ ഈ 2-3 ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ഒരു ജോലി തേടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് പിന്നെ കൂട്ടായ്മകളുണ്ട്. അപ്പം ഏത് ഏജൻസി വഴി വരികയാണെങ്കിൽ പോലും പിന്നെ അത് ഫേക്ക് ആണെങ്കിലും നല്ല ഏജൻസി ആണെങ്കിൽ പോലും അവരോടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള പിന്നെ ആധികാരികത ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോണ സമയത്ത് ആലപ്പുഴയുള്ള 2 ആളുകൾ എയർപോർട്ടിൽ നിന്ന് കണ്ട് അവർ ഓരോരുത്തർ 2 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ടാണ് മലേഷ്യയിലേക്ക് ജോബിന് വന്നത്. അതും അവരെ ടൂറിസ്റ്റ് വിസ, അന്ന് വിസ ഫ്രീ അല്ലായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 5000-6000 രൂപക്ക് മലേഷ്യയിൽ എത്തേണ്ടവര് 2 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ടാണ് അവർ വന്നത്. അങ്ങനെ അവരെ വന്ന് ഇവിടെ ഏതോ റെസ്റ്റോറൻറ്റിൽ പിന്നെ അവർക്ക് ജോലി നൽകി. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഒരു മാസം ഇവിടെ അവർക്ക് താമസിക്കാം. അതും ജോലി ചെയ്യാനൊന്നും പറ്റൂല. ഒരു മാസം ഇവർക്ക് ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു മാസം മലേഷ്യ നിൽക്കുക. അതിനുശേഷം അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എമിഗ്രേഷൻ പിന്നെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ എമിഗ്രേഷനിൽ ഫൈൻ അടച്ചിട്ട് അവർ തിരിച്ചു വരണം. അങ്ങനെ അവർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അവർ എമിഗ്രേഷനിൽ ഫൈൻ അടിച്ച് തിരിച്ച് പിന്നെ നാട്ടിൽ പോണ ഒരു രംഗം അവരിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു മൂലക്കിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ പോയി ചോദിച്ചതാണ് എന്താ വിഷയം എന്ന്. അങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ജോലി എന്നതാണ് ഒരു സ്വപ്നം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പിന്നെ മേഖലകളെ ഒരുപാട് ആളുകളെ പോയി കാണും, ഒരുപാട് പൈസ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെലവാക്കുന്ന സമയത്തും ഇതിന്റെ ആധികാരികത നമ്മൾ പിന്നെ മലേഷ്യയിലുള്ള ആരെങ്കിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉറപ്പുവരുത്തുക. ഈ ഒരു തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് തെക്കൻ കേരളത്തിലുള്ള ആളുകളാണ്. പിന്നെ മലബാർ ഏരിയയിലൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് മലേഷ്യയിലോ അല്ലെങ്കിൽ മറ്റു വിദേശത്തോ ഉള്ളതും ഉണ്ടാവുമ്പോൾ അവരതിന്റെ ആധികാരികത ഉറപ്പുവരുത്തും. ഈ തെക്കൻ നമ്മൾ കണ്ടത് ഒരുപാട് കൊല്ലത്ത് നിന്നുള്ള ആളുകൾ, ഇടുക്കി, ആലപ്പുഴ, അതുപോലെ ഒരുപാട് ആ ഒരു ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് നമ്മൾ മലേഷ്യയിൽ ഒരുപാട് ഇതുപോലെ ചതിയിൽപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ 2000 ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പ ഇതുപോലെ മലേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏജൻസിക്ക് 70,000 രൂപ കൊടുത്തത്. അന്ന് കാലിക്കറ്റൊന്നും അതുപോലെ കൊച്ചിയിൽ നിന്നൊന്നും ഡയറക്റ്റ് മലേഷ്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെന്നൈയിൽ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ 70,000 രൂപയായിട്ട് ചെന്നൈയിൽ പോയി അവിടെ ഏജൻസിക്ക് ചെന്നൈയിൽ പൈസ കൊടുത്ത്
എന്തോ കാരണത്താൽ അവർക്ക് ഫ്ലൈറ്റിലോ എയർപോർട്ടിന്റെ ഉള്ളിലേക്കോ ഫ്ലൈറ്റിലേക്കോ കയറാൻ കഴിയാതെ അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നൊരവസ്ഥയാണ് അന്നുണ്ടായത്. അപ്പൊ ഈ ഒരു തട്ടിപ്പ് ഈ ഒരു മലേഷ്യയിലേക്ക് പിന്നെ പിന്നെ തട്ടിപ്പ് ഉണ്ടാക്കിയിട്ട് ആളെ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം 2000 അന്നേ ആ കാലഘട്ടത്തിലേ ഉണ്ട്. അപ്പൊ അത് ഇന്നും ഇപ്പോഴും അത് നിലവിൽ ഇവിടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പിന്നെ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മലേഷ്യയിലേക്ക് ജോബിന് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന അതുപോലെ ജോലി അന്വേഷിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അറിയാത്തതാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് പരമാവധി അതിന് പിന്നെ മറുപടി നൽകാൻ ശ്രമിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ ഇതുപോലത്തെ പിന്നെ ഒരുപാട് വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ.